ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശികൾ നമ്മൾ വിചാരിച്ചതുപോലെ തീരെ നിസ്സാരന്മാരല്ല. അവരെ ഒന്നുമില്ലാത്തവരായി, പട്ടിണിപ്പാവങ്ങളായി, എന്ത് പണിയും ചെയ്യുന്ന ആളുകളായി, അങ്ങനെ വില കുറഞ്ഞ വിവരദോഷികളായിട്ടൊന്നും അങ്ങ് കണ്ടു കളയരുത്. അല്ല, നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ എത്ര വർഷം അധ്വാനിച്ചിട്ട് പോലും ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. എത്രയോ ആളുകൾ ഗൾഫിൽ പോയി വർഷങ്ങളോളം നിന്ന് അഹോരാത്രം പ്രയത്നിച്ചിട്ടും 5 സെന്റ് ഭൂമി സ്വന്തമാക്കാനോ ഒരു ചെറിയ കിടപ്പാടം സ്വന്തമാക്കാനോ പോലും സാധിക്കാത്ത ആളുകൾ ഇനി എങ്ങാനും ചെറിയ ഒരു പുരയിടം വാങ്ങിയാൽ പോലും അതിനകത്തൊരു കൂര കിട്ടുന്നതിന് വേണ്ടി ലോൺ എടുക്കാനും കടം വാങ്ങാനും ഉള്ളതെല്ലാം വിറ്റുപെറുക്കാനും കഷ്ടപ്പെടുന്ന അനേകായിരങ്ങളുടെ നാടുകൂടിയാണ് ഈ കേരളം. എന്നാൽ കേരളത്തിൽ ബംഗ്ലാദേശികൾ വന്ന് വിവാഹം വരെ കഴിച്ച് ഭൂമി വാങ്ങി വീട് വെച്ച് താമസിക്കുന്നവരെയൊക്കെ നിങ്ങൾക്കറിയാമോ? കേരളത്തിലേക്ക് എത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ബംഗ്ലാദേശി പൗരന്മാർ ഒരുപാട് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് NIA-യുടെ റിപ്പോർട്ടാണ്. ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി എറണാകുളം റൂറൽ ജില്ലയിൽ നിന്ന് ഈ വർഷം മാത്രം ഇതുവരെ 37-ലധികം ബംഗ്ലാദേശികൾ പിടിയിലായിട്ടുണ്ട്. എറണാകുളം ഞാറയ്ക്കലിൽ നിന്ന് വെള്ളിയാഴ്ച പോലീസ് പിടികൂടിയ ബംഗ്ലാദേശി ദമ്പതികളായ ദശരഥ് ബാനർജി 38-കാരൻ, ഭാര്യ മാരി ബീബി 33-കാരി, ഇവർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വ്യാജരേഖ ചമച്ച് കേരളത്തിൽ കാലങ്ങളായി താമസിച്ചിരുന്ന ഇവരുടെ പേരിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത സ്വന്തം ഭൂമി വരെയുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. പറവൂർ വടക്കേ മേത്തറ ഭാഗത്ത് സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത് താമസിക്കുകയായിരുന്നു ഇവർ. ഓടശ്ശേരി വീട് എന്ന വീട്ടുപേരില് ടിൻ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് എന്ന് ഞാറയ്ക്കൽ SHO സുനിൽ തോമസ് മാധ്യമങ്ങളോട് പറയുന്നു. ഇവർ കേരളത്തിൽ ഭൂമി വാങ്ങുന്നതിലേക്ക് ഉൾപ്പെടെ എത്തിയത് എങ്ങനെയാണ് എന്നത് വിശദമായി അന്വേഷിക്കും എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുന്നത്. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലാകുന്നത്. ഇവരിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനത്തിന്റെ RC ബുക്കിന്റെ പകർപ്പ്, വാർഡ് മെമ്പർ നൽകിയ സാക്ഷ്യപത്രം എന്നിവയടക്കം കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണിപ്പോൾ പോലീസ്. കഴിഞ്ഞ ദിവസം മന്നത്ത് നിന്ന് 27 ബംഗ്ലാദേശികളെ പോലീസ് പിടികൂടിയിരുന്നു. ഇത്രയും അധികം വിദേശികളെ പിടികൂടിയതിലൂടെ അന്യസംസ്ഥാനത്ത് നിന്ന് എത്തുന്നതിൽ ഒറിജിനൽ ആരാണ്, വ്യാജൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. കേരളത്തിലേക്ക് എത്തുന്ന ഭായിമാർ വ്യാജ തിരിച്ചറിയൽ രേഖകളുടെ വിശ്വാസ്യത ഇതോടുകൂടി ഇനിയും പിടിക്കപ്പെടും, ചോദ്യം ചെയ്യപ്പെടും. ഇത്രയും അധികം ബംഗ്ലാദേശികളെ ഒരുമിച്ച് പിടികൂടിയതോടുകൂടിയാണ് ആശങ്ക വർദ്ധിച്ചത്. വ്യാജമായി ആധാർ കാർഡ് നിർമ്മിച്ചാണ് ഇവരുടെ വരവ്. ഇവ തരപ്പെടുത്തി കൊടുക്കാൻ ബംഗ്ലാദേശിലെ ഏജന്റുമാരുണ്ട്, കേരളത്തിലും ഏജന്റുമാരുണ്ട്. പിടിയിലായവർ തന്നെ പോലീസിന് മൊഴി നൽകുന്നു ഏത് രാജ്യത്ത് നിന്നാണ്, ഏത് സംസ്ഥാനത്ത് നിന്നാണ് തങ്ങൾക്ക് വ്യാജ രേഖകൾ കിട്ടിയത് എന്ന്. കൂടുതൽ കൂലി ലഭിക്കും എന്ന കാരണത്താലാണ് മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്ത് നിന്ന് കൂട്ടമായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെത്തുന്നത്. ഇക്കൂട്ടത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് NIA പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് മുമ്പ് നാടുകടത്തപ്പെട്ടവർ ധാക്കയിൽ നിന്ന് കൊൽക്കത്തയിലേക്കും അവിടെ നിന്ന് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്കും നുഴഞ്ഞു കയറുന്നുണ്ട്. മുമ്പ് തന്നെ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിച്ച് രജിസ്ട്രേഷൻ ഉൾപ്പെടെ നടത്തുന്ന ഈ ഒരു രീതി മുമ്പുമുണ്ട് ഇവിടെ. എന്നാൽ ഓരോ ദിവസവും ആളുകൾ കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടി രജിസ്ട്രേഷൻ പദ്ധതി പാളിയ സ്ഥിതിയിലാണ്. ബംഗ്ലാദേശികൾ കേരളത്തിലേക്ക് കുടിയേറുന്നതും ഇവിടെ താമസമാക്കുന്നതും ഇവിടെ നിന്ന് വിവാഹം കഴിക്കുന്നതും ഇവിടെ വീടും സ്ഥലവും കടകളും ഒക്കെ വാങ്ങിക്കൂട്ടുന്നതും ഇതിന്റെ എല്ലാം പിന്നിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് എന്ന് മാത്രമല്ല, അവരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഇവിടെ ഇഷ്ടം പോലെ ആളുകളുമുണ്ട്. ബംഗ്ലാദേശികൾ പിടിയിൽ. വ്യാജരേഖ ചമച്ച് കേരളത്തിൽ ദീർഘകാലമായി തങ്ങിയ ബംഗ്ലാദേശ് ദമ്പതികളാണ് പിടിയിലായത്. സംസ്ഥാനത്ത് വീണ്ടും ബംഗ്ലാദേശികൾ പിടിയിൽ. വ്യാജരേഖ ചമച്ച് കേരളത്തിൽ ദീർഘകാലമായി തങ്ങിയ ബംഗ്ലാദേശ് ദമ്പതികളാണ് പിടിയിലായത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി
വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി എടവനക്കാട് വടക്കേ മേത്തറ. ഇതുമാത്രമല്ല, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ദിനേന എന്ന വണ്ണം കേരളത്തിൽ പിടിക്കപ്പെടുകയാണ്. അവരുടെ നാട്ടിൽ തൊഴിലിന് വേതനം കുറവായതുകൊണ്ടാണ് അവരുടെ നമ്മുടെ നാട്ടിനെ ഗൾഫായിട്ട് കണ്ടു കുടിയേറുന്നത് എന്നും അവർ പാവങ്ങളാണെന്നും ഒക്കെയാണ് പൊതുവെ നമ്മുടെ കേരളം എന്ന സംസ്ഥാനം വിലയിരുത്തുന്നത്. എന്നാൽ കേരളത്തിലേക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ എന്ന മറവിൽ നല്ലൊരു ശതമാനം ആളുകൾ ബംഗ്ലാദേശ് ഭായിമാരെത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. വ്യാജമായിട്ടുള്ള ആധാർ കാർഡ് നിർമ്മിച്ചു വരുന്നത് കൊണ്ട് ഇവരെ പിടികൂടാൻ സാധിക്കുന്നില്ല. ഇന്ത്യക്കാർ എന്ന പേരിൽ കേരളത്തിലേക്ക് ഒഴുകുന്ന ഈ ഭായിമാർ നാളെ കേരളത്തിന് വലിയ രൂപത്തിൽ തലവേദനയാകും എന്ന് NIA ആശങ്കയുണർത്തുന്നു. കേരളം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കെട്ടിട നിർമ്മാണ രംഗം മുതൽ തെരുവിൽ പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളും വിൽക്കുന്നത് വരെയുള്ള ജോലികൾ, ഇന്ന് ഹോട്ടലുകളിൽ പോയാൽ എല്ലാം ബംഗാളികൾ. ഈ ഭായിമാര് നിറഞ്ഞിരിക്കുകയാണ്. ഇവർ കുടുംബത്തോടു കൂടിയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇക്കൂട്ടത്തിലുണ്ട്. ഇക്കൂട്ടത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരും ഉണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. കേരളത്തിലാകട്ടെ മയക്കുമരുന്ന് മുതൽ കൊട്ടേഷൻ സംഘത്തിന്റെ വരെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു. ഇക്കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ പിറവം താലൂക്കിലെ മന്നത്ത് നിന്ന് 27 ബംഗ്ലാദേശ് ഭായിമാരെ കണ്ടെത്തി. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ ആഴമില്ലാത്ത ഒരു നദി മുറിച്ച് കടന്നാണ് ഇവർ ബംഗാളിലെത്തിയത്. ഇത്തരക്കാരെ കേരളത്തിലെത്തിക്കാൻ ബംഗാളിൽ പ്രത്യേക ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ എറണാകുളം റൂറൽ പോലീസ് ഭീകരവിരുദ്ധ സ്ക്വാഡുമായി ചേർന്ന് ഓപ്പറേഷൻ ക്ലീൻ എന്ന പേരിൽ ബംഗ്ലാദേശികളെ കണ്ടെത്തി നാടുകടത്താൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് 27 പേരെ ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയത്. ഭീകരവാദ വിരുദ്ധ സ്ക്വാഡാണ് ഇത് സംബന്ധിച്ച രഹസ്യ വിവരം നൽകിയത്. ഇത് പ്രകാരം സെയ്ദ് മുഹമ്മദ് എന്നയാളുടെ കെട്ടിടം 100 പോലീസുകാരാണ് വളഞ്ഞത്. സ്വദേശിയായ ഹർഷദ് ഹുസൈൻ എന്ന ഒരാളുടെ പേരിലാണ് ഈ കെട്ടിടം വാടകയ്ക്ക് വരെടുത്തത്. ഈ ബംഗ്ലാദേശികൾ ഒരു കോൺട്രാക്ടർക്ക് വേണ്ടി ജോലി ചെയ്തു വരികയായിരുന്നു. ഇതുവരെ 35 പേരെ എറണാകുളം റൂറൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 28 വയസ്സായ തസ്ലീമ ബീഗം എന്ന ബംഗ്ലാദേശുകാരിയെ 2 ആഴ്ച മുമ്പാണ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന തന്നെയാണ് അതും റിപ്പോർട്ട് ചെയ്തത്. അസമിൽ നിന്നും പൗരത്വ രജിസ്റ്റർ ആരംഭിച്ചതുകൊണ്ട് അനധികൃതമായി അവിടെ തങ്ങുന്ന ബംഗ്ലാദേശികളും കേരളത്തിലേക്ക് ഒഴുകുന്നു എന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ട്. കേരളം അതിഥി തൊഴിലാളികളെയും അതുപോലെ ബംഗ്ലാദേശികളെയും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവർക്കൊരു ചൂഷണത്തിന്റെ മറയാണ്. ഇവർ അസമിൽ നിന്നും ആദ്യം കേരളത്തിലേക്കും അവിടെ നിന്ന് ചിലപ്പോൾ കർണാടകത്തിലേക്കും തെലങ്കാനയിലേക്കും ഒക്കെ കുടിയേറുന്നുണ്ട്. കർണാടകയിൽ കുടക് പോലെയുള്ള എസ്റ്റേറ്റുകളിൽ ധാരാളം സ്ഥലങ്ങൾ ഇവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജോലി ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട പരിപാടി പണം കൊടുത്ത് ഇവരെ ചെയ്യിക്കുന്നത്. ബംഗ്ലാദേശിലെ ഏജന്റുമാർ തന്നെയാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചു കൊടുക്കുന്നത്. മുമ്പൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെത്തിയാൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂട്ടത്തോടെ കൂടുതൽ പേർ എത്തുന്നതോടുകൂടി ഈ രജിസ്ട്രേഷൻ പഴയതുപോലെ നടക്കുന്നില്ല. ഇതിവരെ പിടികൂടിയാൽ തന്നെ മേൽവിലാസം ലഭിക്കുന്നതിനും തടസ്സമുണ്ടാകുന്നുണ്ട്. നല്ല കൂലി കിട്ടും എന്നത് കേരളത്തിലേക്ക് ഇവരെ ആകർഷിക്കുകയാണ് കൂട്ടത്തോടുകൂടി തന്നെ. തന്നെയുമല്ല, മര്യാദയുള്ള സാമൂഹ്യ അന്തരീക്ഷം ഇവരെ ആകർഷിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെ 75ഓളം പേർ കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചതായി സർക്കാർ രേഖകളിലുണ്ട്. രേഖകളിലില്ലാതെയും പലരും കേരളത്തിലെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച സ്ഥിതിയുണ്ട്. സംഘമായി അന്യസംസ്ഥാന തൊഴിലാളികൾ തമ്പടിക്കുന്ന പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങൾ കേരളത്തിൻ്റെതല്ല എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് പരാതികൾ ഉയരുന്നുണ്ട്. ഇവിടെ ഭായിമാരുടെ തനതായിട്ടുള്ള നിയമമാണെന്നും കഞ്ചാവ് വിൽപ്പനയും ലൈംഗിക തൊഴിലും ഉൾപ്പെടെയുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്ന ഇടമാണെന്നും പരാതിയുണ്ട്. CITUക്കാരും അതിഥി തൊഴിലാളികളുടെ കേരളത്തിലേക്കുള്ള വരവിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കേരളത്തിന് ഇവർ ഒരു അവിഭാജ്യ ഘടകമായതുകൊണ്ട് അവരെ വെച്ച് ഭാവിയിൽ ഒരു അതിഥി തൊഴിലാളി സംഘടന ശക്തമായി രൂപീകരിക്കാം എന്നതും പിന്നീട് ഇവർ പാർട്ടിയുടെ വോട്ട് ബാങ്കായി മാറും എന്നതുമാണ് CITUവിൻ്റെ ഗൂഢലക്ഷ്യം. ഇതിന്റെ മറവിലും ബംഗ്ലാദേശ് ഭായിമാരെ ബംഗ്ലാദേശിൽ നിന്നും എത്തിക്കുന്നുണ്ട്. നന്ദി.